AIYF നേതൃത്വത്തിൽ ലഹരിക്കെതിരായി സംഘടിപ്പിക്കുന്ന ബഹുജന ശൃംഖല ഏപ്രിൽ 21 നടക്കും. ലഹരിക്കെതിരാകാം, ജീവിതങ്ങളെ രക്ഷിക്കാമെന്ന സന്ദേശം ഉയർത്തിയാണ് AIYF, മഹിളാ സംഘം, ASFF എന്നീ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ വിവിധ മണ്ഡലം കേന്ദ്രങ്ങളിൽ ഏപ്രിൽ 21 ബഹുജന ശൃംഖല സൃഷ്ടിക്കുന്നത്. ഈ വിഷയത്തിൽ മൂന്നാം ഘട്ട ക്യാമ്പയിനാണ് സംഘടനകൾ നേതൃത്വം നൽകുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അണിനിരക്കും. ശൃംഖലയുടെ ഭാഗമായി ആയിരങ്ങൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുക്കും. അരൂരിൽ സാംസ്കാരിക പ്രവർത്തകൻ TP ആന്റണിയും ചേർത്തലയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദും പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഈ ലഹരി വ്യാപനത്തിനെതിരെ AIYF-ൻ്റെയും മഹിളാ സംഘത്തിൻ്റെയും വിദ്യാർത്ഥി സംഘടനയായ AISF-ൻ്റെയും സംയുക്തമായി നമ്മുടെ ജില്ലയിൽ മൂന്നാമത്തെ ഘട്ട ക്യാമ്പയിനാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം കേവലം ഒരു ക്യാമ്പയിൻ കൊണ്ട് മാത്രം ഇതിനെതിരെ നമുക്ക് ഒരു പരിഹാരമുണ്ടാക്കാൻ സാധിക്കില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത് ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 1-2 വർഷക്കാലമായി തന്നെ തുടർച്ചയായ ക്യാമ്പയിൻ ഇതുമായി ബന്ധപ്പെട്ടെടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലഹരിക്കെതിരാകാം, ജീവിതങ്ങളെ രക്ഷിക്കാം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ഈ 3 സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ജില്ലയിലെ വിവിധ മണ്ഡലം കേന്ദ്രങ്ങളിൽ ഏപ്രിൽ 21 മറ്റേനാൾ ഒരു ബഹുജന ശൃംഖല സൃഷ്ടിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ സാമൂഹിക, മത, രാഷ്ട്രീയ, സാമൂഹിക രംഗത്തെ പ്രമുഖന്മാർ ഈ പരിപാടിയിൽ അണിനിരക്കുന്നുണ്ട്. വിവിധ കേന്ദ്രങ്ങളിൽ ഉദ്ഘാടനത്തിനോടൊപ്പം തന്നെ വിവിധ ആളുകൾ ചേർന്നുകൊണ്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളും അതുപോലെ തെരുവ് നാടകങ്ങളും അടക്കമുള്ള ക്യാമ്പയിൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. ഇത് കേവലം ഒരു ചടങ്ങുകൾ മാത്രമായിട്ടല്ല, നമ്മൾ ഈ ക്യാമ്പയിനിൽ വളരെ കൃത്യമായി ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജില്ലയിലെ മണ്ഡലം കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ഇതിൻ്റെ മൂന്നാം ഘട്ട ഭാഗമായിട്ടുള്ള പരിപാടി നടക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഇത്തരത്തിലൊരു ഉദ്ഘാടനവും ഇതുമായി ബന്ധപ്പെട്ട യുവജന, വിദ്യാർത്ഥി, മഹിളാ സംഘത്തിൻ്റെ നേതാക്കന്മാർ പങ്കെടുക്കും. അതുപോലെ ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഓരോരുത്തരെയും വിവിധ മേഖലയിലുള്ളവരെ എല്ലാം വീടുകളിൽ പോയി ക്ഷണിച്ച് നമ്മൾ ഈ പരിപാടിയുടെ ഭാഗമാകണം.